അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്വഭാവത്തിൽ ഏറ്റവും വലിയൊരു സ്വഭാവമാണ് ധാരാളം കൈയയച്ചു കൊടുക്കുക എന്നുള്ളത്. അതിപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ കൊടുത്ത വേറെ ഒരാളില്ല. അതുകൊണ്ട് തന്നെ കൈയഴച്ചു കൊടുക്കുക. അവിടുന്ന് പറഞ്ഞു, മാ നഖസ മാലും മിൻ സദഖ, ധർമ്മം ചെയ്തതിനാൽ ഒരു സ്വത്തും ചുരുങ്ങിപ്പോവുകയില്ല. അവിടുത്തെ വാഗ്ദത്വം ഒരിക്കലും തന്നെ പിഴച്ചു പോവുകയില്ല. സുഹൃത്തുക്കളെ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു ദിവസം എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, പെരുന്നാളായി പോയി, നമുക്ക് വീട്ടിൽ നിങ്ങൾ നന്നായിട്ട് ഭക്ഷണവും സൽക്കാരമൊക്കെ കൊടുക്കാൻ ആവശ്യമുള്ളതൊക്കെ വാങ്ങിത്തരുന്ന ഭർത്താവല്ലേ, ഇപ്പൊ ഒന്നും കിട്ടിയിട്ടില്ല, പെരുന്നാളിനടുത്തായി ഒന്നും കിട്ടിയിട്ടില്ല. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ഇതിലോട് ഭാര്യ പറഞ്ഞതുകൊണ്ട് കടം വാങ്ങിയിട്ടെങ്കിലും പെരുന്നാളിന് ഒന്ന് വിശാലമാക്കാൻ ആവശ്യമായത് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. സുബ്ഹാനല്ലാഹ്, ഭാര്യക്ക് സദഖ ചെയ്താൽ കൂലി കിട്ടോ? മക്കൾക്ക് സദഖ ചെയ്താൽ കൂലി കിട്ടോ? കിട്ടുകയൊക്കെ ചെയ്യും. ഭാര്യക്ക് കൊടുത്താലും പ്രതിഫലം കിട്ടും, മക്കൾക്ക് കൊടുത്താലും കിട്ടും, ആർക്ക് കൊടുത്താലും കിട്ടും. സുഹൃത്തുക്കളെ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു എന്നാൽ പിന്നെ കടം വാങ്ങാമെന്ന് തീരുമാനിച്ചു. ഭാര്യയെയും മക്കളെയും ഒക്കെ ഒന്ന് സന്തോഷിപ്പിക്കാം, കടം വാങ്ങാമെന്ന് തീരുമാനിച്ചു. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് പോയി ഒരാളോട് 70 സ്വർണ്ണ നാണയം കടം വാങ്ങി. 70 സ്വർണ്ണ നാണയം കടം വാങ്ങി കൊണ്ടുവന്നിട്ട് അതാ കുടുംബത്തിൽപ്പെട്ട ആളുകളിൽ പാവപ്പെട്ട കുടുംബങ്ങളെ കുടുംബബന്ധം ചേർക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും ബൃഹത്തായ ഒരു സ്വഭാവമാണ്. കുടുംബബന്ധം ചേർക്കുക. ചിലർ പറയും, ഞാൻ പലർക്കും വിസ കൊടുത്തിട്ട് എന്റെ കുടുംബത്തിലായിരിക്കും കൊടുത്തിട്ടില്ല, അത് നല്ല സ്വഭാവമൊന്നുമല്ല. കുടുംബത്തെ നോക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കുടുംബത്തെ പിന്നെ നമ്മളല്ല അതിനാരാ നോക്കുക? സുഹൃത്തുക്കളെ, ഒരു വിഭാഗം ആളുകൾ അവരുടെ വിഭാഗത്തെ കൂടുതൽ പരിഗണിച്ച് നോക്കുന്നത് അത് വർഗീയതയല്ല. എന്റെ കുടുംബത്തെ ഞാൻ കൂടുതൽ പരിഗണിക്കുന്നു, അത് വർഗീയതയല്ല. അതുപോലെ എന്റെ സമുദായത്തെ ഞാൻ കൂടുതൽ പരിഗണിക്കുന്നു, അത് വർഗീയതയല്ല. ഒരു ഹൈന്ദവ മതക്കാരൻ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾക്ക് കുറെ ഗുണം ചെയ്യുന്നു, അത് വർഗീയതയല്ല. ഒരു മുസ്ലിമായ മനുഷ്യൻ മുസ്ലിമീങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നു, അത് വർഗീയതയല്ല. അത് അതേസമയത്ത് വർഗീയത എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് കിട്ടുന്ന നന്മയെ തടയുമ്പോഴാണ്. അവരോട് നമുക്ക് അസൂയയുടെയും വൈരാഗ്യത്തിന്റെയും വിദ്വേഷത്തിന്റെയും മനസ്സുണ്ടാകുമ്പോഴാണ് വർഗീയത ഉണ്ടാകുന്നത്. ഒരാൾ അവന്റെ കുടുംബത്തെ നന്നായി നോക്കുന്നു, അത് വർഗീയതയല്ല. ഒരാൾ അവന്റെ പാർട്ടിയിൽപ്പെട്ടവരെ നന്നായി നോക്കുന്നു, അത് വർഗീയതയല്ല, അത് സ്വാഭാവികമാണ്. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ കുടുംബങ്ങളിൽപ്പെട്ടവർക്ക് 50 ദീനാറും സദഖ ചെയ്ത് തീർത്തു. സ്വന്തം വീട്ടിലെ കാര്യത്തിന് വേണ്ടി 20 സ്വർണ്ണ നാണയം അവിടെ മാറ്റിവെച്ചു. അപ്പോഴതാ ഖുറൈശിക്കാരനായ ഖുറൈശി തറവാട്ടിൽപ്പെട്ട ഒരാള് വന്നിട്ട് പറയുന്നു, ഞാൻ വലിയ പ്രയാസത്തിലാണ്, ആകെ 70 ദീനാർ കടം വാങ്ങിയത്, 50 കൊടുത്തു, ഇനി 20 ബാക്കി. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ഉള്ള കഥയൊക്കെ പറഞ്ഞു, ഒന്നും ഇല്ലായിട്ട് ഭാര്യ പറഞ്ഞു 70 കടം വാങ്ങിക്കൊണ്ടുവന്നു, 50 കൊടുത്തു തീർന്നു, ഇനി 20 ദീനാർ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ എല്ലാം എടുത്തോന്ന് പറഞ്ഞു ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു. അപ്പൊ ഇയാള് പറഞ്ഞു, ഇതുകൊണ്ട് എനിക്ക് മതിയാവൂല, എന്റെ ആവശ്യത്തിനൊന്നും മതിയാവൂല. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു എന്നാ പിന്നെ തീർത്തെടുത്തു. സുബ്ഹാനല്ലാഹ്, കടം വാങ്ങിക്കൊണ്ടുവന്ന് 70 തീർന്നുപോയി, 70 ദീനാറും തീർന്നുപോയി. മഹാനവറുകൾ വീട്ടിലിങ്ങനെ ഇരിക്കുക, ഇനി എന്താ ചെയ്യാ, വീട്ടിൽ പെരുന്നാളിന് സാധനമാണ്. അങ്ങനെ ഇരിക്കുമ്പോ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജഅഫർ ഇബ്നു യഹ്യ അൽ ബർമക്കി എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രിയുണ്ട്, ആ മന്ത്രി ഒരാളെ പറഞ്ഞയച്ചിട്ടുണ്ട്, എന്നെ കാണണമെന്നാ പറഞ്ഞത്. ഞാൻ മന്ത്രിയുടെ അടുക്കലേക്ക് അങ്ങ് ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇന്ന് രാത്രിയിൽ എന്താണ് വിശേഷമുണ്ടായത്? ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനോട് അയാൾ പറയാണ്, ഞാൻ ഉറങ്ങിയാൽ ഉറക്കം വരുമ്പോ ഒരാൾ ഉറക്കെ വിളിച്ചു പറയുന്നു, ശാഫിഈ ഇമാമിനെ നോക്കണേ, ശാഫിഈ ഇമാമിനെ ശ്രദ്ധിക്കണേ, ശാഫിഈ ഇമാമിനെ നോക്കണേ. ഞാൻ ഉറക്ക തെളിഞ്ഞ് ഞെട്ടി വീണ്ടും കിടന്നാൽ ഉറക്ക് വരുമ്പം പിന്നെയും വിളിച്ചു പറഞ്ഞു, ശാഫിഈ ഇമാമിനെ നോക്കണേ. എന്തേ നിങ്ങൾക്ക് ഇന്ന് രാത്രി സംഭവം ഉണ്ടായത്? ഇമാം ശാഫിഈ തങ്ങള് ഉണ്ടായ സംഭവം അങ്ങ് വിവരിച്ചു കൊടുത്തപ്പോ സുബ്ഹാനല്ലാഹ് 500 സ്വർണ്ണ നാണയം എടുത്ത് അതാ ജഅഫർ ഇബ്നു യഹ്യ അൽ ബർമക്കി ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന് ഹദിയ കൊടുത്തു. ആ ഹദിയ വാങ്ങി ഇറങ്ങാൻ നോക്കുമ്പോ അയാൾ പറയുന്നു, പോല്ല, കുറച്ചും കൂടി തരാ.
സുബ്ഹാനല്ലാഹ് 500 ദീനാർ പിന്നെയും കൊടുത്തു. അങ്ങനെ 1000 വാങ്ങി ഇറങ്ങും. മന്ത്രി പറയുന്ന പോകാനായിട്ടില്ല, കുറച്ചും കൂടി തരാം. പിന്നെയും ഒരു 500 കൊടുത്തു. 1500 വാങ്ങി ഇറങ്ങുമ്പോ പിന്നെയും മന്ത്രി എന്ന് പോകാനായിട്ടില്ല, കുറച്ചും കൂടി തരാം. 2000 ദീനാർ, 20 ദീനാറാണ് വീട്ടിലരി വാങ്ങാൻ വെച്ചത്. ആ 20ന് പകരം അതും കൂടി മനസ്സ് ദുന്യാവിനെ സ്നേഹിക്കാതെ സാധുക്കളെ സ്നേഹിച്ചു കൊടുത്ത കാരണത്താൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് മഹാനവറുകൾ പറഞ്ഞു, ഹത്താനി അൽഫൈ ദീനാർ, 2000 സ്വർണ്ണ നാണയമാണ് എനിക്ക് അദ്ദേഹം തന്നത്. അല്ലാഹുവിൽ ഉറപ്പ് വേണം. ആ അല്ലാഹുവാണ് കൊടുക്കുന്നവനും തടയുന്നവനും എന്ന ഉറപ്പ് വേണം. ഹബീബായ നബി തങ്ങൾ കാരുണ്യമാണ് പഠിപ്പിച്ചത്, സാധുക്കളെ സ്നേഹിക്കാനാ പഠിപ്പിച്ചത്, ദുർബലന്മാർക്ക് സാന്ത്വനം നൽകാനാ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കാത്ത ആരുമില്ല.